മന്തക്കര മഹാഗണപതിയുടെ ക്ഷേത്രത്തിൽ നിന്നുള്ള തേരാണ് ഇന്ന് പ്രയാണം ആരംഭിച്ചത്. പ്രയാണം ആരംഭിച്ച അഗ്രഹാരത്തിന്റെ പകുതിയിൽ അതിപ്പോൾ എത്തി നിൽക്കുകയാണ്. ഇനി വൈകുന്നേരം ബാക്കി പ്രയാണം കൂടി ആരംഭിച്ച് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് എത്തും. കുട്ടിക്കാലം തൊട്ട് കണ്ടുകൊണ്ട് ആ സമയമാകുമ്പോൾ വരാനുള്ള ഒരു ഓട്ടോമാറ്റിക് ക്രേസാണ്. തേര് കൊടിയേറ്റിയ അന്ന് തന്നെ മാക്സിമം ഒരു 2-3 ദിവസത്തിലെത്തും. ഇപ്പൊ നമ്മൾ ഈ സമയത്ത് സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ് എല്ലാവരും റീയൂണിയനാണ് നമുക്ക്. തീർച്ചയായിട്ടും എന്റെ സിസ്റ്ററാണിത്, എന്റെ കസിനാണ്. എല്ലാരും കൂടെ ഞങ്ങള് മാമൻ എല്ലാരും വീട്ടിലെല്ലാരും കൂടെ ഭയങ്കര എല്ലാവരും നമ്മുടെ റിലേറ്റീവ്സ് ആണ്. എല്ലാ കൊല്ലം ഇതേപോലെയാണ്. ഇതേപോലത്തെ ഡ്രസ്സാണ് എല്ലാ കൊല്ലം ഇടുക. നാളെ എല്ലാ തേരും ഉണ്ട്. എല്ലാ 6 അമ്പലത്തിന്റെ തേരും നാളെ ഉണ്ടാവും. അത്യാവശ്യം തിരക്കുണ്ട്. ഓരോ വർഷവും കൂടിക്കൊണ്ടാ വരുന്നത് തിരക്ക്. വലിയ തിരക്കാണ് ഇന്ന് രഥം വലിക്കാനും ഈ തേര് കാണാനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. വിദേശത്ത് നിന്ന് അടക്കം ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഇറ്റ്സ് വെരി അമേസിംഗ്. It's amazing. The colors, how they do that, how they drive to the street, it's really, I like it very much. നാളെ 3-ാം തീയതി എല്ലാ തേരും വരും. ചാത്തപ്പുറം, പഴയൽപ്പാത്തി, വെട്ടാത്തി, വിശ്വാസ്വാമി ഒന്ന് അവിടെ നിരക്കി നിൽക്കും. ഒക്കെ കൂടി ഒരു രഥസംഗമം പറയും. വൈകുന്നേരം പ്രയാണമാകുമ്പോൾ 6 രഥം ഒരേ സമയത്ത് ഈ കൽപ്പാത്തി തെരുവിലൂടെ പ്രയാണം നടക്കുന്നതാണ് 3-ാം തേരിന്റെ സവിശേഷത. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബാക്കി ദൂരം കൂടി ഈ തേര് സഞ്ചരിക്കും. അതിനുശേഷം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെത്തും. അതിനുശേഷം നാളെയാണ് മറ്റ് ചടങ്ങുകൾ ഉണ്ടാകുക. നാളെയാണ് പ്രസിദ്ധമായ മഹാരഥസംഘം. മൽഗോഡ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.